ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഋതുവിന്റെ സംഗമവേദി ശ്രദ്ധേയമായി. സംഘടനയുടെ 5ാമത്തെ സംഗമം തിരുവനന്തപുരം മാക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ് നടക്കുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസിക ശാരീരിക സൗഖ്യം ലക്ഷ്യമിട്ടാണ് ഋതുവിന്റെ പ്രവർത്തനം. വെല്ലുവിളികൾ നേരിടുന്ന കുരുന്നുകളുടെ രക്ഷിതാക്കൾക്ക് സഹായവും അവബോധവും ഋതുവിന്റെ കൂട്ടായ്മകൾ പകർന്നു നൽകുന്നു. ഒപ്പം ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമുണ്ടാകുന്ന ഹൃദയഹാരിയായ കാഴ്ചകളും. ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് കുറേ നാളും നീണ്ടു നിൽക്കുന്ന അസുഖമോ അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് മാത്രമല്ല, ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ആ കുട്ടിയുടെ സഹോദരങ്ങൾക്കും അവർക്കും കൂടി അതിൻ്റെ ആ വേദന അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ മാനസികമായ ഉല്ലാസത്തിനും അതുപോലെ തന്നെ ഈ കുട്ടികളുടെയും അവരുടെ സഹോദരങ്ങളുടെയും ഒക്കെ മാനസികമായ ഒരു ഉല്ലാസത്തിനും അവർക്ക് ആസ്വദിക്കുന്നതിനും വേണ്ടി നമ്മൾ തുടങ്ങിയ ഒരു പുതിയ സംരംഭമാണ് ഋതു എന്ന് പറയുന്നത്. രക്ഷിതാക്കൾ തമ്മിലുള്ള ആശയവിനിമയമാണ് കൂട്ടായ്മയുടെ കാതൽ. അനുഭവങ്ങളും തിരിച്ചറിവുകളും പങ്കുവെക്കപ്പെടുമ്പോൾ പാലിയേറ്റീവ് കെയറിന് ഒരുമയുടെ കരുത്തുണ്ടാകും. സാമൂഹ്യ സംരക്ഷണ സംരംഭം എന്നതിനപ്പുറം ആത്മവിശ്വാസ സ്രോതസ്സായി ഋതു മാറുന്നത് ഇങ്ങനെയാണ്. ജനിക്കുമ്പോൾ മുതൽ വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന അമ്മമാരെ നമുക്കിവിടെ കാണാം. അങ്ങനെയുള്ള അമ്മമാർക്കും കുട്ടികൾക്കും ഇടയ്ക്കിടെ 2 മാസത്തിലൊരിക്കൽ, കഴിയുമെങ്കിൽ 1 മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒന്നിച്ചുകൂടി അവരുടെ കളിയും ചിരിയൊക്കെ കണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് സന്തോഷം പകരാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ സംഗമം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുറച്ച് കൂടുതൽ ആത്മവിശ്വാസം അവർക്കുണ്ടാവും. അതുമാത്രമല്ല, അവരോടൊപ്പം അവരുടെ ദുഃഖം പങ്കിടാൻ, അവരോട് ചേർന്ന് പ്രവർത്തിക്കാൻ കുറച്ച് ആളുകളുണ്ടെന്നുള്ളൊരു മനോഭാവം അവരുണ്ടാക്കും. വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാം, ശില്പശാലകളിൽ പങ്കെടുക്കാം, അറിവുണർത്തുന്ന ക്ലാസുകൾ കേൾക്കാം. അങ്ങനെ ഒരിക്കൽ മക്കളെ ഓർത്ത് കരഞ്ഞവർക്ക് അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ തന്നെ പകർന്നു കിട്ടുന്നു. സമൂഹത്തിനുള്ള ഒരു അവയർനെസ് എന്താണ് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വർഷം നമ്മൾ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസിലൊന്ന് ഈ കമ്മ്യൂണിറ്റിയിൽ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് എടുക്കുക. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഋതു എന്ന് പറഞ്ഞ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്തു. ഋതു എന്ന് പറഞ്ഞ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് സീസൺസ് ആണ്. അതിൽ നമ്മൾ വസന്തകാലം, ഈ പറയുന്ന പോലെ നമ്മുടെ കൂടെയുള്ള കുട്ടികൾക്ക് ഒരു അസുഖമല്ല, പലതരത്തിലുള്ള അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ 5ാമത്തെ ഋതു പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഋതു പോലുള്ള കൂട്ടായ്മകൾ ആത്മവിശ്വാസത്തിന്റെ ഇടമായി മാറേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. നാടെങ്ങും കൂടുതൽ ഋതുസംഗമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്നും ഈ മാതൃക തെളിയിക്കുന്നു. ജനം, തിരുവനന്തപുരം.